എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ ഹജ്ജ് ചെയ്ത സ്ത്രീയാണ്, വളരെ തെക്കുള്ള സ്ത്രീ. സുന്നത്ത് നോമ്പുകൾ എടുക്കും, ഖുർആൻ ദിക്റുകൾ എല്ലാത്തിലും മുന്നിൽ. പിന്നെ 3:30 തഹജ്ജുദിന് നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കും. കൂടുതൽ സമയവും യൂട്യൂബിൽ സ്പീച്ചുകൾ കേൾക്കും. പക്ഷേ ഉമ്മക്ക് ദേഷ്യം വന്നാൽ എന്തും പറയും. ചിലപ്പോൾ മക്കളെ ശപിക്കും. കൂടുതലും ഇബാദത്തുകൾ ചെയ്യുന്ന വീട്ടിൽ അടി, മിക്ക ദിവസങ്ങളിലും വീട്ടിൽ സമാധാനമില്ല. എല്ലാ കാര്യവും ഉമ്മ പറയുന്ന പോലെ തന്നെ നടക്കണം. വാപ്പയെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ സമ്മതിക്കില്ല. പിന്നെ വെക്കേഷന് മോള് വന്നാൽ പോലും ആ രൂപത്തിലാണ്. പിന്നെ കൊച്ചുമക്കൾ ഇതെല്ലാം കണ്ടു നിൽക്കുകയാണ്. വീട്ടിൽ ഒരു കാര്യം സാധിപ്പിക്കാൻ ഉമ്മ ഒച്ച വെക്കും. ചില നേരം വേറെ എവിടെയെങ്കിലും മാറി താമസിച്ചാലോ എന്ന് പോലും തോന്നുന്ന രൂപത്തിൽ മനസ്സ് വരാറുണ്ട്. എല്ലാവരെയും ഉപദേശിക്കാൻ വളരെ മിടുക്കിയാണ്. വാപ്പയെ ഒരു റെസ്പെക്റ്റ് ഉമ്മ കൊടുക്കാറില്ല. വഴക്കിടുമ്പോൾ പോടാ എന്ന് വരെ വിളിക്കാറുണ്ട്. മോശമായ രൂപത്തിൽ പെരുമാറാറുണ്ട്. അപ്പോൾ ചില നിമിഷങ്ങളിൽ ഇത്രയും തെക്കുവയുള്ള ഒരു സ്ത്രീ ചില നിമിഷങ്ങളിൽ വളരെ താഴ്ന്ന നിലയിൽ പെരുമാറുന്നു. വളരെ പെട്ടെന്നാണ് പറയുന്നതും. എൻ്റെ മക്കളൊക്കെ ഇത് കണ്ടാണല്ലോ വളരുന്നത് എന്നൊരു സങ്കടമുണ്ട്, വിഷമമുണ്ട്. ഉമ്മാടെ മക്കൾ നമസ്കരിക്കാത്ത സമയത്ത് കുട്ടിക്കാലം മുതലേ പറഞ്ഞിട്ട് കഥകിട്ട് അടക്കാറുകയും മറ്റ് ശിക്ഷകൾ കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ വളർന്നിട്ടും അവരുടെ നമസ്കാരം കൃത്യമായിട്ടില്ല. ഇപ്പോൾ മൊബൈലിന് വളരെ അഡിക്റ്റാണ്. ഇസ്ലാമിക സ്പീച്ചാണ് കേൾക്കുന്നതെങ്കിൽ പോലും ദീനുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഈ രൂപത്തിൽ ആയിത്തീരാൻ സാധിക്കുക? ദീനിലെ ഏറ്റവും പ്രധാനം സ്വഭാവം തന്നെയാണ്. ഈ സ്വഭാവം എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ഓരോ വ്യക്തികളുടെ മാനസിക സാഹചര്യം, അതേപോലെ തന്നെ അവരുടെ ജീവിച്ച ചുറ്റുപാട്, അവരുടെ ജന്മപരമായ ചില കാര്യങ്ങൾ, ഇതൊക്കെ അവരുടെ സ്വഭാവങ്ങളിൽ എന്ത് ചെയ്യും, ബാധിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഈ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ വളരെ മോശമായൊരു സ്വഭാവത്തിൻ്റെ ഉടമസ്ഥയാണ് ഈ സഹോദരി എന്ന് നമ്മൾ വിചാരിക്കാം. പക്ഷെ സ്വാഭാവികമായും അവരിൽ എന്തുണ്ട്, ഒരു നന്മയുടെ വശം നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈ രാത്രി സ്കരിക്കൊക്കെ പറയുമ്പോൾ ഒരു ആത്മാർത്ഥതയുള്ള ആൾക്കാരല്ലേ ചെയ്യുള്ളൂ. അപ്പം എന്താന്ന് വിചാരിച്ചാൽ അവർക്ക് ആരാധനാ രംഗത്തൊക്കെ മാറാൻ സാധിച്ചു. പക്ഷേ സ്വഭാവ രംഗത്ത് എന്ത് ചെയ്തില്ല, ഒരു മാറ്റത്തിന് വിധേയമാകാൻ പറ്റിയില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരുടെ പരലോകം രക്ഷപ്പെടണമെങ്കിൽ അവരുടെ സ്വഭാവം കൂടെ നന്നാവണമല്ലോ. മറ്റുള്ളവരുടെ അഭിമാനത്തെ അതേപോലെ തന്നെ മറ്റുള്ളവരെ ചീത്ത പറയാ, ഇതൊക്കെ അവർക്ക് പരലോകത്ത് ഭയങ്കര നഷ്ടം ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ആത്യന്തികമായി ഇവരെ എങ്ങനെ നമുക്ക് ദീനിയായി അവരുടെ സ്വഭാവത്തെ നന്നാക്കി തീർക്കാം എന്നത് നമ്മൾ ഇവരുടെ ഒരു നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നൊക്കെ ഉള്ള ഒരു ദീനിയായ കടമകളിൽപ്പെട്ടൊരു കടമയാണ്. എങ്ങനെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും? പിന്നെ അവർ ചോദിക്കുന്നത് ഇത്രമാത്രം ഭക്തിപൂർവ്വം ജീവിക്കുന്ന ഒരാളുടെ സ്വഭാവം എന്തുകൊണ്ട് ഇങ്ങനെ ആവണമെന്നാണ്. അത് നമ്മൾ ധാരാളം ആളുകളിൽ അങ്ങനെ കാണുന്നതാണ്. കാരണം അവരാ ഉൾക്കൊള്ളുന്ന കാര്യം അനുസരിച്ച് കൊണ്ട് അവരവരുടെ ജീവിതത്തിന് എല്ലാ ഭാഗത്തും അവരെന്ത് ചെയ്യുന്നില്ല, പ്രാക്ടീസ് ചെയ്യണില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ ആരാധനകളിൽ കണിശതല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും, ആളുകൾക്ക് ഭയങ്കര ഔദാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു ആരാധനയും ചെയ്യാത്ത ആളുകൾ പെരുമാറാൻ ഭയങ്കര നീറ്റായിരിക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതൊക്കെ മനുഷ്യ പ്രകൃതിൻ്റെ വ്യത്യാസങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിലിപ്പോൾ ഇവർക്ക് ഉള്ളൊരു ആശങ്ക എന്താണ്, ഇതിങ്ങനെ തുടർന്നാൽ തൻ്റെ മക്കളെ ബാധിക്കുക. സത്യം പറയുകയാണെങ്കിൽ ഈ നമ്മളെപ്പോഴും ചിന്തിക്കുക എന്താണ്, എന്ത് കണ്ടാലും അതൊരു മാതൃകയാക്കൂലെന്ന്. അപ്പോൾ ഇവർ ശരിക്കും എന്താ വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോവാൻ പാടില്ലാത്ത കാര്യങ്ങൾക്കുള്ളൊരു മാതൃകയാണ്. അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. ഈ ഒരിക്കലും നമ്മൾ ചെയ്യണ പോലെ ചെയ്യാൻ പാടില്ല. ഉമ്മുപ്പ പറഞ്ഞ വാക്ക് പറയാൻ പാടില്ല. അപ്പൊ പറയാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടില്ലാത്തതും പെരുമാറാൻ പറ്റാത്തതുമായ കാര്യങ്ങൾക്കൊരു മോഡലാണത്. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ പോവാണ്. അപ്പൊ ഒരു 5 വയസ്സായ ഒരു ആൺകുട്ടി നിന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു മതിൽ സൈഡിൽ മൂത്രമൊഴിക്കാണ്. അപ്പൊ നമ്മുടെ കൂടെ ഒരു 5 വയസ്സായ കുട്ടി ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ഇനി ഇവൻ എന്ത് ചെയ്യും, ഇത് കണ്ട് മൂത്രമൊഴിക്കുന്നല്ല, നമ്മൾ പറയടാ മോനെ നോക്ക്, നീയൊക്കെ ബാത്റൂമിൽ കയറി ഇരുന്ന് മൂത്രമൊഴിച്ച് കഴുകിയല്ല പോരാ, കണ്ടോ ഒരു ചീത്ത കുട്ടി, അവനെന്ത് ചെയ്യാണ് അങ്ങനെ മൂത്രമൊഴിക്കുന്നത് കണ്ടോ പറയാം. പറ്റുകയാണെങ്കിൽ ഇവന്റെ മുന്നിൽ തന്നെ അവനൊന്ന് ഉപദേശിക്കാൻ പറ്റുമെങ്കിൽ ഉപദേശിച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പിൻപറ്റാൻ പറ്റാത്ത ചീത്ത കാര്യങ്ങളുടെ മോഡലായിട്ടാണ് കാണിച്ചു കൊടുക്കേണ്ടത്. എന്താണ്, ഉമ്മ ചീത്തയാണെന്നല്ല, ആ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണ്, പാടില്ല. അപ്പൊ എന്ത് ചെയ്യൂല, അതിനെ അനുകരിക്കൂലല്ലോ. നമ്മളെല്ലാം അനുകരിക്കല്ല, നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്ന്. അപ്പൊ നമ്മൾ ജീവിക്കുന്ന ലോകത്ത് കാണുന്നതെല്ലാം അനുകരിക്കുന്നവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ശരിയല്ല. നല്ലതിനെ സ്വീകരിക്കുകയും തിന്മയെ നിരാകരിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ അനുകരണം മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ എൻ്റെ വാപ്പി ഇമ്മ തന്നെയാണെങ്കിലും അതിൽ എനിക്ക് യോജിക്കാൻ പറ്റാത്ത
മതവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ അതിനെ ഒഴിവാക്കി പിൻപറ്റാൻ പറ്റുന്ന നല്ലതിനല്ലേ പിൻപറ്റുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ ഒന്ന് ശ്രദ്ധിച്ച് ഇടപെട്ടാൽ ഈ ഉമ്മൻ്റെ ദുസ്വഭാവങ്ങളൊന്നും നമ്മുടെ കുട്ടികൾക്ക് വരാതെ സൂക്ഷിക്കാൻ ഒരു പക്ഷേ ഈ ഒരു സ്വഭാവ ദൂഷ്യം ഒരു കാരണമായിരിക്കാം. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതനുസരിച്ചാണ് അതിൻ്റെ കാര്യം. പക്ഷെ ഇതിൽ തന്നെ അവർ പറയുന്നുണ്ട് ഭർത്താവിനെ അനുസരിക്കുന്ന, ഭർത്താവിനോട് പോലും ദേഷ്യപ്പെടുന്ന ഒരു അതിനെ അത് പാടില്ലാത്തതാണ്. ഇത് എല്ലാവരും ശുദ്ധ പ്രകൃതിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇത് തെറ്റാണെന്ന് ആർക്കും മനസ്സിലാവും. അതെ, മനസ്സിലായി, ശരിയല്ല എന്നുള്ളത്. അപ്പൊ അത് അങ്ങനെ ശരിയല്ലാത്തത് അവർ ചെയ്യുന്നുണ്ട് എന്നൊരു ധാരണ കുട്ടികളിൽ ഉണ്ടായി കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നവർക്ക് മനസ്സിലാവും. അങ്ങനെ തന്നെയാണ് പേര്. ഈ ഒരു പ്രോഗ്രാം ആ ഒരു ഉമ്മ കേൾക്കണമെന്നുണ്ടെങ്കിൽ അവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു തിരുത്താനുള്ള ഒരു മാതൃകയാവട്ടെ, അല്ലെങ്കിൽ അല്ല അതെന്താ വെച്ചാൽ ഇപ്പോ നമ്മളെ എല്ലാ കാര്യവും ഓക്കെ ആണെന്ന് നമ്മൾ വിചാരിക്കാം. പക്ഷെ നമ്മുടെ കൂടെ ജീവിക്കുന്നവരോട് ചോദിക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ചിത്രം കിട്ടുക. അപ്പൊ ഈ സഹോദരി രാത്രി നിസ്കാരമൊക്കെ നിർവഹിക്കുമ്പോൾ ഞാൻ നല്ലൊരാളാണെന്നായിരിക്കും അവർ വിചാരിക്കണ്ടായിരിക്കാം. പക്ഷെ ഇത്രമാത്രം ബുദ്ധിമുട്ടുകൾ അവരെ കൊണ്ട് മറ്റുള്ളവർക്കുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ ഈ ചോദ്യം എങ്ങാനും അവർ യാദൃശികമായി കേട്ടാൽ അപ്പോഴേ അവർക്ക് മനസ്സിലാവും. അവർക്കൊരിക്കലും തോന്നുന്നുണ്ടാവില്ല എന്നെ കൊണ്ടൊരു ഞാൻ നല്ലതിന് വേണ്ടി സമരം ചെയ്യുന്ന, ശരിക്കു വേണ്ടി പോരാടുന്ന ഒരാളാണെന്നൊക്കെ ആയിരിക്കും അവർ മനസ്സിലുണ്ടായിരിക്കും. അപ്പം അള്ളാഹു നമ്മളൊക്കെ ആ രൂപത്തിലെ സ്വഭാവം നന്നാവുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ആ രൂപത്തിൽ നിലനിർത്തട്ടെ, ആ കുടുംബത്തിലും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.